ഹായ് ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് വി ജോൺ പോൾ രണ്ടാമൻ മലങ്കര സുറിയാനി കത്തോലിക്ക ദൈവസഭ മണ്ണന്തലയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളോടൊപ്പം ഞങ്ങൾ വന്ന വഴിയിൽ കുറേ പള്ളിയും അതേപോലെ തന്നെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കച്ചവട സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റാറും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറച്ച് കടകളും കൂടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ദൈവാലയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർ ഫെസ്റ്റിവലാണ്. സ്റ്റാർ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ 2022 പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി 2022 സ്റ്റാറുകൾ ഇടുന്ന ഫെസ്റ്റിവലാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ മേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒട്ടനവധി കാഴ്ചകളുണ്ട്. മനോഹരമായ ദൃശ്യ വിരുന്നാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ വരണ വഴിക്ക് കണ്ട കുറച്ച് കാഴ്ചകളിലേക്ക് പോയിട്ട് വരാം. ഓക്കെ. എൻ്റെ വരവൽപ്പം വൈകിയപ്പോൾ എന്നെയും കാത്തുനിന്ന അനൂപ് ക്രിസ്മസ് അലങ്കാര വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ക്യാമറയിൽ പകർത്തി. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് സ്റ്റാറുകളൊന്ന് നോക്കാം. ഈ ഇലക്ട്രിക് സ്റ്റാറുകളുടെ മുഖ്യ ആകർഷണം എന്ന് പറഞ്ഞാൽ LED ബൾബുകളാണ്. 1 ലെയർ തൊട്ട് 6 ലെയർ വരെ LED ബൾബുള്ള ഇലക്ട്രിക് സ്റ്റാറുകൾ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതിൽ 3 ലെയറുള്ള LED ബൾബുകളുള്ള സ്റ്റാറുകൾ 250-300 റേഞ്ചിൽ ലഭിക്കും. 5-6 ലെയർ LED ഉള്ള സ്റ്റാറുകൾ 400-450 രൂപ റേഞ്ചിലാണ് ലഭിക്കുന്നത്. അതുപോലെ 1 ലെയർ LED ഉള്ള സ്റ്റാറുകളുടെ വില 100 രൂപ മുതൽ 150 രൂപ വരെയാണ്. അതെല്ലാം തീർന്നു കഴിഞ്ഞു. ക്രിസ്മസ് ട്രീയും അത് അലങ്കരിക്കുന്നതിനുള്ള സാധനങ്ങളും ഈ വർഷം ധാരാളമായിട്ട് വിറ്റ് പോയിട്ടുണ്ടെന്ന് ഈ പോത്തൻകോട്ടത്തെ കച്ചവടക്കാർ പറയുന്നുണ്ട്. നസ്രിൻ ഷോപ്പിംഗ് സെൻറ്റർ, പോത്തൻകോട്. ഏതായാലും ക്രിസ്മസ് സ്റ്റാറുകളും മറ്റ് ക്രിസ്മസ് ഐറ്റങ്ങളും കൊണ്ട് ആകെ കളർഫുള്ളായിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേപ്പർ സ്റ്റാർ ഇരിപ്പുണ്ട്, കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ മഴ ആയതുകൊണ്ട് ഈ കൊല്ലം എല്ലാവരും ഇലക്ട്രിക് സ്റ്റാറിലേക്കും അതുപോലെ പ്ലാസ്റ്റിക് സ്റ്റാറിലേക്കും മാറിയിട്ടുണ്ട്. ചെറിയൊരു ക്രിസ്മസ് ട്രീ, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പം ഈ കടയിലെ ഓണറോട് നമുക്ക് ഇതിൻ്റെ വിലയൊന്ന് തിരക്കണം. ചെറിയ ട്രീയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ ബ്രഷ് പോലെയുള്ള ഒരു ഐറ്റം കൊണ്ടാണ് ഈ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? നസീർ അല്ലേ ചേട്ടാ? ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് സ്റ്റാറിൻ്റെ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷം ഈ പേപ്പർ സ്റ്റാറൊക്കെ പോയാൽ അതേ പ്ലാസ്റ്റിക് സ്റ്റാറാണ്, ഏത് സ്റ്റാറാണ് കൂടുതൽ പോയത്? പ്ലാസ്റ്റിക് പോയത്. ഇലക്ട്രിക് സ്റ്റാറൊക്കെ തോനെ പോയോ? എത്ര എണ്ണം പോയി കാണും ഉദ്ദേശം? ഇലക്ട്രിക് സ്റ്റാർ എത്ര എണ്ണം പോയി കാണും? 400 എണ്ണം പോയി കാണും അല്ലേ? ഇതുപോലൊരു ട്രീ, ഈ വലിയ ട്രീ പോലെ ഒരു ട്രീ സെറ്റ് ചെയ്യാൻ എത്ര രൂപയാവും ഉദ്ദേശം? 3950 രൂപയ്ക്ക് ഈ ട്രീ ഇതിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും കൊടുക്കും. 7 ട്രീ ലൈറ്റും അതിന്റെ സാധനങ്ങളും അല്ലേ അല്ലേ? 6 ഉണ്ട്, അത് 1800 രൂപ. 6 ട്രീക്ക് 1800 രൂപ അല്ലേ? 2 180 മൂലം കൂടെ ട്രീ ഉണ്ടായിരുന്നു. 180 രൂപ ട്രീ നമുക്ക് ഇവിടെ വിൽപ്പന ഉണ്ട്. തീർന്നു, അതെല്ലാം കഴിഞ്ഞു. ട്രീ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ ഈ സ്റ്റാറിൽ, ഈ ഇലക്ട്രിക് സ്റ്റാറിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് ഏതാണ്? ഇതായിരുന്നു. ഇതൊരു 40 എണ്ണം നമുക്ക് പോയിട്ടുണ്ട്. 40 എണ്ണം പോയിട്ടുണ്ട്. ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ഇത് എത്ര രൂപയാണ് ഈ സ്റ്റാർ? ഇത് പറഞ്ഞാൽ 530 രൂപ. 530 രൂപയാണല്ലേ? 570 വില, ഡിസ്കൗണ്ട് ഇല്ല. ഇതാണ്ട് ഈ ഫോണിൽ കൃത്യമായിട്ട് അറിയത്തില്ല, കാണാൻ നേരിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പം അത് മറ്റേ ഇങ്ങോട്ടാണ്. മാറ്റിയിട്ടില്ല. ഓ, രാത്രി ആകുമ്പോൾ നല്ല ഇതാവുമായിരിക്കും അല്ലേ? തീർന്നു. അപ്പോൾ ശരി, ഓക്കെ, കാണാം. കാപ്പി ഓക്കെ. അപ്പോൾ ശ്യാം ഏതായാലും എത്തിയിട്ടുണ്ട്. കുറച്ച് മുമ്പിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ശ്യാമിൻ്റെ അടുത്തോട്ട് പോണ വഴിക്ക് കണ്ട ഒരു ക്രിസ്മസ് ട്രീ ആണ്. 1-2 കാഴ്ചകൾ പകർത്തിക്കൊണ്ട് ശ്യാമിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പോത്തൻകോടുള്ള ഒട്ടുമിക്ക കടകളും ക്രിസ്മസിനെ വരവേൽക്കുന്ന രീതിയിലാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. അപ്പുറത്തെ ജ്വല്ലറിക്ക് മുന്നിലായിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പ് നിൽക്കുന്നുണ്ട്. കടലിലെ ക്രിസ്മസ് ഡ്രസ്സിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോത്തൻകോട്ടത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. പോത്തൻകോടെന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴിയിൽ മനോഹരമായ ഒരു ക്രിസ്തീയ ദേവാലയം കണ്ടു. സമാധാനത്തിൻ്റെ തൂവെള്ളയണിഞ്ഞ് ക്രിസ്മസ് രാവിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. വൈകാതെ തന്നെ ഇരുൾ വീണു തുടങ്ങി. അതുകൊണ്ട് തന്നെ പള്ളികളിലെ ദീപാലങ്കാരങ്ങൾക്ക് കൂടുതൽ ശോഭയേറി. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒട്ടേറെ ദേവാലയങ്ങൾ ഇലക്ട്രിക് ദീപവിധാനങ്ങളാൽ മനോഹരമായി ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചകൾ കാണാം. ഞങ്ങളത് ക്യാമറയിൽ പകർത്തിയും വളരെയേറെ ആസ്വദിച്ചും മുന്നോട്ടുള്ള യാത്ര തുടർന്നു. കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ദീപാലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് തോന്നിയ മറ്റൊരു പള്ളി കണ്ടപ്പോൾ വണ്ടി നിർത്താതെ പോകാൻ തോന്നിയില്ല. അത് ക്യാമറയിൽ പകർത്തി നിങ്ങളെ കൂടി കാണിക്കാൻ തോന്നി.
ഈ പള്ളിയുടെ പേരാണ് CSI ചർച്ച് വട്ടപ്പാറ. ഒട്ടും തന്നെ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ തന്മയത്വത്തോടു കൂടി തന്നെ ഈ പള്ളിയിലെ കലാകാരന്മാർ ഇവിടെ മനോഹരമായ ഒരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. ആരായാലും ഈ കാഴ്ച കണ്ടു നിന്ന് പോകും. പുൽക്കൂടിന് പിറകിലായി ഒട്ടകങ്ങളെയും രൂപകൽപ്പന ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പുൽക്കൂടൊരുക്കിയ കലാകാരന്മാരെ അംഗീകരിക്കാതിരിക്കാൻ കഴിയത്തില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുണ്ട്. പുൽക്കൂടിനരികിലായി തന്നെ മഞ്ഞുമലകൾക്ക് മുകളിൽ നിന്നും അനുഗ്രഹം വർഷിക്കുന്ന ക്രിസ്മസ് പാപ്പായെയും കാണാം. ഇലക്ട്രിക് ബൾബുകളുടെ നിറം മാറുന്നതിനനുസരിച്ച് മഞ്ഞുമലയ്ക്കും ക്രിസ്മസ് പാപ്പായ്ക്കും മാൻപേടകൾക്കുമൊക്കെ സൗന്ദര്യം ഏറുന്നുണ്ട്. കുട്ടികളെല്ലാം തന്നെ പള്ളി അലങ്കാരങ്ങളുടെ തിരക്കിലാണ്. ഞങ്ങൾ പള്ളിയുടെ കീഴേ നിന്ന് മനോഹരമായ ദീപാലങ്കാരങ്ങൾ ക്യാമറയിൽ പകർത്തി. അതിലേറ്റവും ആകർഷണീയമായി തോന്നിയത് തെങ്ങോലകളിൽ തൂങ്ങുന്ന ക്രിസ്മസ് സ്റ്റാർസ് തന്നെയാണ്. കുറേ കൂട്ടുകാർ പള്ളിയുടെ ഇങ്ങേ വശത്ത് ദീപാലങ്കാരങ്ങൾ തുടരുന്നു. മുകളിൽ നിന്നും താഴേക്കുള്ള കാഴ്ചകൾ പകർത്താൻ വേണ്ടി ഞങ്ങൾ പടവുകൾ കയറി. ഇവിടെ ഈ പള്ളിയുടെ ആരാധനാ സമയം എഴുതി വച്ചിട്ടുണ്ട്. പടവുകളുടെ ഇരുവശത്തും മനോഹരമായ ഗ്രീനറി ഒരുക്കിയിട്ടുണ്ട്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു കുന്നിൻ മുകളിലായതുകൊണ്ട് തന്നെ റോഡിലൂടെ പോകുന്ന ആരെയും ഈ കാഴ്ചകൾ ആകർഷിക്കും. അങ്ങനെ ഈ പള്ളിയിലെ കാഴ്ചകൾ ആസ്വദിച്ചും അത് ക്യാമറയിൽ പകർത്തിയും ഞങ്ങൾ പടവുകൾ ഇറങ്ങി. പോകുന്ന വഴിയിൽ മറ്റൊരു പള്ളി കൂടി കണ്ടു. ഈ പള്ളിയിലെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പടുകൂറ്റൻ ക്രിസ്മസ് സ്റ്റാർ തന്നെയാണ്. മുന്നോട്ട് പോകും തോറും ക്രിസ്മസ് രാവിനെ വരവേൽക്കാൻ മനോഹരമായി ഒരുങ്ങി നിൽക്കുന്ന ദേവാലയങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ വി ജോൺ പോൾ രണ്ടാമൻ മലങ്കര സുറിയാനി കത്തോലിക്ക ദൈവസഭ മണ്ണന്തലെത്തി. അപ്പോൾ ഈ പള്ളിയുടെ കാഴ്ചകളും അതുപോലെ തന്നെ മെഗാസ്റ്റാർ ഫെസ്റ്റുമൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. മെഗാസ്റ്റാർ ഫെസ്റ്റിൽ പങ്കെടുക്കാനും പള്ളിയുടെ മനോഹരമായ ദീപാലങ്കാരങ്ങൾ കാണാനും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. പുതുവർഷത്തെ വരവേൽക്കാൻ 2022 സ്റ്റാറുകൾ കൊണ്ടാണ് ഈ മനോഹരമായ പള്ളി അലങ്കരിച്ചിരിക്കുന്നത്. മുൻവശത്തായി ചില്ലുകൂടിനുള്ളിൽ മാതാവിൻ്റെ ഒരു പ്രതിമ കാണാം. നമുക്കെന്തായാലും പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാം. 7 തട്ടുകളുള്ള മനോഹരമായ 2 കൽവിളക്കുകൾ പള്ളിയുടെ മുൻവശത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ദീപങ്ങളുടെ അകമ്പടിയോടുകൂടി നിൽക്കുന്ന മാതാവിൻ്റെ സൈഡ് വ്യൂ കാണാനും നല്ല ഭംഗിയുണ്ട്. യാഥാർത്ഥ്യത്തെ വെല്ലുന്ന രീതിയിൽ വളരെ മനോഹരമായി തന്നെ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്. യഥാർത്ഥ പുല്ലുകൾ വിരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അരികിലായി വളരെ മനോഹരമായ രീതിയിൽ പുൽക്കൂട് തീർത്തിട്ടുണ്ട്. റോസറി ഗാർഡനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്ന മാതാവിൻ്റെ മറ്റൊരു പ്രതിമ കൂടി ഇതിൻ്റെ വശത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോസറി ഗാർഡനിലേക്ക് നമുക്ക് വളരെ വേഗം നീങ്ങാം. ഉണ്ണിയേശുവിൻ്റെ ജനനം മുതൽ കുരിശിൽ തറയ്ക്കപ്പെടുന്നത് വരെയുള്ള സഹനത്തിൻ്റെയും യാതനയുടെയും കഥകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ശില്പങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മുൻവശത്തുള്ളതിനേക്കാൾ സ്റ്റാറുകൾ പുറകുവശത്തുള്ളതായി കണ്ടിട്ട് തോന്നുന്നു.
ചിലപ്പോൾ മുൻവശത്തുള്ളതിനേക്കാൾ കാഴ്ചകൾ പുറകുവശത്ത് ഉള്ളതുകൊണ്ടാവാം. എന്തായാലും കൂടുതൽ കാഴ്ചകൾ കാണാൻ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു ചാപ്പൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാം. അതെ, ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഴ്ചകളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. മരത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കൈവരികൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചാപ്പലിൻ്റെ മുൻവശത്ത് നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനിയും ഇതിന് മുകളിലോട്ട് കയറുമ്പോൾ കൂടുതൽ മനോഹരമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചാപ്പലിനുള്ളിലേക്ക് പ്രവേശിക്കാം. നിരവധി പേർ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. സർവ്വ തേജസ്സോടും കൂടി നിൽക്കുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ മനോഹരമായ ഒരു ചിത്രം തന്നെയാണ് ചിത്രകാരൻ ഇവിടെ വരച്ചു ചേർത്തിരിക്കുന്നത്. അല്പനേരം ഞാനും പ്രാർത്ഥിച്ചു. ഇതിനുള്ളിൽ കാണുന്ന തൂണുകളെല്ലാം മാർബിളിൻ്റെ ആകൃതിയിൽ തന്നെ വളരെ മനോഹരമായി പെയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചാപ്പലിനുള്ളിലെ കാഴ്ചകൾ പകർത്തി ഞങ്ങൾ പടവുകൾ താണ്ടി വീണ്ടും മുകളിലേക്ക് കയറി. ഇവിടെയും ശില്പകലാകാരൻ്റെ വൈഭവം വിളിച്ചോതുന്ന രീതിയിൽ മാതാവിൻ്റെ മനോഹരമായ പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിലായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവൻ തുളുമ്പുന്ന മനോഹരമായ സ്റ്റാച്യു കാണാം. സ്റ്റാച്യുവിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഉയരം കൂടുന്തോറും കാഴ്ചകൾക്ക് ഭംഗിയും കൂടുന്നു. ക്രിസ്തുമസ് ആഘോഷങ്ങളോടൊപ്പം തന്നെ പുതുവർഷത്തെ വരവേൽക്കാൻ 2022 സ്റ്റാറുകൾ അണിഞ്ഞ് മനോഹരമായി ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഈ പള്ളി. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയൊരു കുളം കാണാൻ കഴിയും. കത്തി നിൽക്കുന്ന സ്റ്റാറുകളുടെ പ്രതിബിംബം അതിലേക്ക് വീഴുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴെ നിൽക്കുന്ന ആൾക്കാരുടെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന്. റോസറി ഗാർഡനിലേക്കും കുരിശടിയിലേക്കും കയറി വരാൻ വേണ്ടി ചാപ്പലിൻ്റെ ഇരുവശങ്ങളിലൂടെ മനോഹരമായ പടിക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതുവഴി മുകളിലേക്ക് കയറി. യേശുദേവന്റെ ചരിത്രം വിളിച്ചോതുന്ന നിർമ്മിതികൾ ഇവിടെയും നമുക്ക് ധാരാളം കാണാം. കരുണാമയനും കനവിൻനാഥനുമായ യേശുദേവൻ ഒറ്റുകാരാൽ കുരിശിൽ തറയ്ക്കപ്പെടുന്ന ആ നിമിഷത്തിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാം. റോസറി ഗാർഡനിൽ നിന്നുള്ള പള്ളിയുടെ ദൂരക്കാഴ്ചയാണ് ഈ കാണുന്നത്. കുരിശിലേറ്റുന്നതിന് മുന്നേ ദിവ്യരക്ഷകന്റെ ഉടുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്ന കാഴ്ചകൾ ഈ ശില്പത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. കുരിശടിയുടെ മുൻവശത്തായി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് റോസറി ഗാർഡൻ ഒരുങ്ങി നിൽക്കുന്നു. കുരിശടിയിൽ നിന്നുകൊണ്ട് മുതിർന്നവരും കുട്ടികളുമൊക്കെ മനോഹരമായ സെൽഫി ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന ഇടുങ്ങിയ പടവുകൾ ഇറങ്ങി താഴെ മേളയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിഞ്ഞ് താഴെ ഇറങ്ങി. ഇനി മേളയ്ക്കകത്ത് വിശേഷങ്ങൾ വളരെ വേഗത്തിൽ കണ്ടുവരാം. മേളയുടെ പ്രവേശന കവാടത്തിനരികെ കൂടുതലും ഫർണിച്ചർ സാധനങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. എല്ലായിടത്തെയും മേളകൾ പോലെയൊക്കെ തന്നെയാണ് ഇവിടെയും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് ആകർഷണീയമായി തോന്നിയത് നെല്ലിക്കയുടെയും കാന്താരിമുളകിൻ്റെയൊക്കെ വൈനുകളാണ്.
ഞങ്ങൾ മേളയ്ക്കുള്ളിലൂടെ കുറേയേറെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നൊസ്റ്റാൾജി ഉണർത്തുന്ന കുറേയേറെ മിഠായികൾ കണ്ടു. അതിൽ നാരങ്ങ മിഠായിയും ആപ്പിൾ മിഠായിയും അതുപോലെ തന്നെ ഗ്യാസ് മിഠായിയും സിഗരറ്റ് മിഠായിയും പല്ലി മിഠായിയും ഒക്കെ കണ്ടു. ഇതെന്തായാലും കൊതിയൂറുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള നാടൻ തേൻ വിൽക്കുന്നത് കണ്ടു. ഇതൊക്കെ എത്രത്തോളം സത്യസന്ധമാണെന്ന് അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ കഴിയൂ. അങ്ങനെ അകത്തെ കാഴ്ചകളൊക്കെ വളരെ വേഗം കണ്ടു തീർത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ട്രഡീഷണൽ രീതിയിലുള്ള മൺപാത്രങ്ങളും ഭരണികളും കപ്പുകളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അറിവുള്ളവർ അത് തന്നെ വാങ്ങി പോകുന്നുണ്ട്. അതുപോലെ എല്ലാ വേളയിലും ഉള്ളതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ വൃക്ഷത്തൈകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ക്രിസ്മസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നാലോ ട്രാലോയുടെ 1000 ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ എത്തും. അതുവരേക്കും ബൈ.